വേദനയുണ്ടോ അമ്മേ? നല്ല ആശ്വാസമുണ്ട്. മതിമോളെ, സാരമില്ല. ചേച്ചി ഓഫീസിലേക്കല്ലേ? അല്ല, ഞാൻ ചന്ദ്രോത്തേക്കാ. ഓഫീസിലേക്ക് പോവാൻ ചേച്ചി. റിസൾട്ട് അവിടെ ഇരുന്ന് കാണാലോ. ഇല്ല, ഓഫീസിലേക്ക് പാർട്ടിക്കാര് മതി. ചന്ദ്രോത്ത് നന്ദനും രജനിയും ഉണ്ടാവും. എന്താവോ എന്തോ. അവസാന സമയമായപ്പോ നമുക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ മറുഭാഗത്ത് പോയെന്നല്ലേ സംസാരം. ചേച്ചി ഒരു ടെൻഷനും വേണ്ട, കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി തന്നെ വരും. ഇനിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. ചേച്ചി ഇപ്പൊ എന്നെയും കൂടെ ടെൻഷൻ ആക്കിയല്ലോ. ഓർഡർ ചെയ്ത കേക്ക് വെറുതെ ആവോ? വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ഇനി രാമപുരത്തേക്ക്. വോട്ടിംഗ് മെഷീനിലെ ആദ്യ ലീഡ് ആർക്കെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളക്കാർ. പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ തന്നെ ആദ്യ ട്രെൻഡ് അറിയാം. കേരളം മുഴുവൻ വിജയിക്കായി കാത്തിരിക്കുന്നു. ഒരേ വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ, KDF-നായി പ്രൊഫസർ പ്രഭാവതിയും VDF-നായി ദേവിക നന്ദനും. ഇതാ ആദ്യ ഫലസൂചനകൾ വന്നുകഴിഞ്ഞു. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പ്രൊഫസർ പ്രഭാവതിക്ക് 320 വോട്ടുകൾ കിട്ടിയിരിക്കുന്നു. അതേസമയം VDF സ്ഥാനാർത്ഥി ദേവിക നന്ദന് 280 വോട്ടുകൾ. രാമപുരത്ത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു KDF സ്ഥാനാർത്ഥി പോസ്റ്റൽ വോട്ടിൽ മുന്നിലെത്തുന്നത്. പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കഴിയുമ്പോൾ VDF-നേക്കാൾ KDF-ന് വ്യക്തമായ മുൻതൂക്കം കിട്ടിയിരിക്കുന്നു. ഇതൊരു ട്രെൻഡായി മാറുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. KDF നേതാക്കൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് ആദ്യ ഫലസൂചന. ഈ ട്രെൻഡ് ഈ രീതിയിൽ നിലനിർത്താൻ സാധിച്ചാൽ രാമപുരം VDF-ന്റെ കയ്യിൽ നിന്നും KDF പിടിച്ചെടുക്കും എന്ന് ഉറപ്പായി. പ്രൊഫസർ പ്രഭാവതിയുടെ വ്യക്തിപ്രഭാവം വോട്ടായി മാറി എന്ന് വേണം ആദ്യ ഫലസൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ടിങ്ങിനായി നമ്മുടെ ടീം സജ്ജമാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചായ വല്ലതും എടുക്കണോ? വേണ്ട. ഈശ്വര, എന്റെ മോള് തോക്കോ? ഇത് പോസ്റ്റൽ വോട്ടല്ലേ അമ്മേ? ശരിക്കുള്ള വോട്ട് എണ്ണം പോകുന്നതല്ലേ ഉള്ളൂ. അമ്മ ധൈര്യമായിട്ടിരിക്കും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പോസ്റ്റൽ വോട്ടല്ലേ എണ്ണുന്നത്, നമുക്ക് നോക്കാം. പോസ്റ്റൽ ബാലറ്റ് എണ്ണിക്കഴിയുമ്പോൾ KDF 40 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പുകളിൽ ഇതൊരു ട്രെൻഡിന്റെ സാധ്യതയായി ഉടലെടുത്തിട്ടുണ്ടെങ്കിലും പോസ്റ്റൽ വോട്ടുകൾ വിജയ സാധ്യതയിൽ മുഖ്യ സൂചനയായി കാണാൻ കഴിയില്ല എന്നാണ് രാഷ്ട്രീയ ചരിത്രം. രാമപുരത്തെ രാഷ്ട്രീയ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. മാഡം, എനിക്കൊരു അപകടം മണക്കുന്നുണ്ട്. എന്തപകടം? പോസ്റ്റൽ വോട്ടിൽ പ്രഭാവതിക്ക് ലീഡെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതൊരു ട്രെൻഡാണെന്നാ. എന്താ CP പറയുന്നത്? രാമപുരത്തെ മുൻകാലത്തെ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ പോസ്റ്റൽ വോട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ VDF സ്ഥാനാർത്ഥിയാണ് മുന്നിൽ. ഇപ്പൊ ആദ്യമായിട്ടാ KDF ഇങ്ങനെ തുടക്കത്തിലെ മുന്നിലെത്തുന്നത്. പോസ്റ്റൽ വോട്ടുകൾ കണക്കാക്കണ്ട. പ്രഭാവതിയുടെ സ്റ്റുഡൻസ് പലതും ഉണ്ടാവും. അവരുടെ വോട്ടുകളായിരിക്കും പോസ്റ്റൽ വോട്ടുകളെ കിട്ടിയത്. എന്തായാലും മോശമായ വാർത്ത തന്നെ പ്രതീക്ഷിക്കണം മാഡം. ദേവിക ജയിക്കും, ജയിച്ചേ പറ്റൂ. വോട്ടിംഗ് മെഷീനിലെ ആദ്യ ഫലസൂചന ഇതാ പുറത്തു വന്നിരിക്കുന്നു.
VDF സ്ഥാനാർത്ഥി ദേവിക നന്ദൻ 211 വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. സാർ നമ്മൾ ജയിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്തായി? ആ കേക്കൊന്ന് വിളിച്ച് ഉറപ്പിച്ചേക്കണേ. ത്യാഗരാജ, ആദ്യം ഒന്ന് അടങ്ങിയിരിക്കുക. എണ്ണി തുടങ്ങിയതല്ലേ ഉള്ളൂ. പാകതയില്ലാതെ ഓരോന്ന് കാണിക്കണമെന്ന് പറ പ്രസിഡന്റ്. അല്ല സാറേ, ഞാന് എല്ലാവർക്കും കൂടി ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കൊഴിപ്പിച്ചതല്ലേ, ഒരു ഓളം ഉണ്ടാക്കാന്. ഇതിപ്പോ മരിച്ച വീട്ടിലിരിക്കുന്ന പോലെ എല്ലാവരുടെയും മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകി. ഒന്ന് വെറുതെ ഇരിക്കും ത്യാഗരാജ, റിപ്പോർട്ട് കേൾക്കട്ടെ. അച്ഛാ, എനിക്ക് ടെൻഷൻ ആവുന്നു. അച്ഛൻ എന്ത് തോന്നുന്നു? റിസൾട്ട് എങ്ങനെയായിരിക്കും? മോള് സമാധാനമായിട്ടിരിക്കും. സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന് നഷ്ടമായ മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. VDFന്റെ ഉറച്ച പഞ്ചായത്തായ നെടുങ്കാട് എണ്ണിത്തീർന്നതോടെ ഇതാ ലീഡ് നിലയിൽ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ 821 വോട്ടുകൾക്ക് പ്രൊഫസർ പ്രഭാവതി മുന്നിലെത്തിയിരിക്കുന്നു. പോയി എന്നും ഇനി കിട്ടൂല. നിന്ന പഞ്ചായത്താണ് നെടുങ്കാട്. ഞാൻ കാണുന്നില്ല. അവസാനം ഫലം വരുമ്പോ അറിയട്ടെ. വോട്ടുകളുടെ മുൻതൂക്കം നേടിയിരിക്കുന്നത്. അമ്മ വിഷമിക്കല്ലേ, ചേച്ചി തന്നെ ജയിക്കും. പ്രഭാവതി ജയിച്ചാലും സാരമില്ല, കുടുംബത്തിൽ സമാധാനം ഉണ്ടായാൽ മതി. പക്ഷെ ഇനിയിപ്പോ ദേവിക മോള് ജയിക്കണം എന്നൊരു ആഗ്രഹം വന്നു പോവുക. ചേച്ചി തന്നെ ജയിക്കും അച്ഛാ. 4 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ KDFന്റെ സ്ഥാനാർത്ഥി പ്രൊഫസർ പ്രഭാവതി 2003 വോട്ടിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ കുതിക്കുകയാണ്. KDF ക്യാമ്പുകളെല്ലാം വിജയപ്രതീക്ഷയിലാണ്. എന്തായി? ഞാൻ പറഞ്ഞില്ലേ വിജയം പ്രൊഫസർ പ്രഭാവതിക്കാണെന്ന്. എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ചെറുപ്പക്കാരെ ഇളക്കി മറിക്കുന്നു, വോട്ടുകൾ കട്ടയ്ക്ക് കൊണ്ട് നിടുന്നു. എന്നിട്ട് എവിടെ വോട്ടൊക്കെ എവിടെ? പ്രഭകുഞ്ഞ് ജയിക്കാൻ പോകുന്നു. 6 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പ്രഭാവതിക്ക് വ്യക്തമായ മുൻതൂക്കം കിട്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ലീഡ് നില തുടർന്നാൽ പ്രൊഫസർ പ്രഭാവതി രാമപുരത്തിന്റെ MLA ആയി നിയമസഭയിലേക്ക് എത്തും. അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നു. VDFന്റെ ദേവിക ഇപ്പോൾ 129 വോട്ടുകൾക്ക് മുന്നിലാണ്. വീണ്ടും ലീഡ് നില ഉയർത്തിയിരിക്കുന്നു ദേവിക നന്ദൻ. ഇപ്പോൾ 238 വോട്ടുകൾക്ക് ദേവിക നന്ദൻ മുന്നിലാണ്. കേരളത്തെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തി പ്രഭാവതിയും ദേവികയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. ആദ്യ ഫലസൂചനകളിൽ നിന്നും മാറി കാറ്റ് ഇപ്പോൾ VDF സ്ഥാനാർത്ഥി ദേവിക അനുകൂലമായി ജയിക്കും. വീണ്ടും ലീഡ് നിലയിൽ മാറ്റം. പ്രൊഫസർ പ്രഭാവതി 12 വോട്ടുകൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. രാമപുരത്തെ ഫലം പ്രവചനങ്ങൾക്ക് സാധ്യതയില്ലാത്ത നിലയിലെത്തിയിരിക്കുന്നു. ലീഡ് നില മാറി മറിയുകയാണ്. VDF കുത്തകയാക്കി വെച്ചിരുന്ന പല പഞ്ചായത്തുകളും KDF നേടുന്ന കാഴ്ചയാണ് കാണുന്നത്. VDFന്റെ ദേവിക നന്ദൻ ഇപ്പോൾ 182 വോട്ടുകൾക്ക് പിന്നിലാണ്. പ്രൊഫസർ പ്രഭാവതി ലീഡ് ഉയർത്തുന്നു. ഇനി 6 ബൂത്തുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. VDFന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പ്രഭാവതി മുന്നിലെത്തിയത് VDF കേന്ദ്രങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുന്നു. KDFന്റെ ശക്തി കേന്ദ്രമായ തൃക്കണ്ണാപുരത്തെ വോട്ടുകളാണ് ഇനി എണ്ണാനുള്ളത്. ഇവിടെ KDF വ്യക്തമായ മേൽക്കൈ നേടും എന്നതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയെങ്കിൽ പ്രൊഫസർ പ്രഭാവതി വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് ഈ നിമിഷത്തിൽ കരുതാൻ. KDFന്റെ പ്രവർത്തകർ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ്. KDFന്റെ പ്രഭാവതി 413 വോട്ടുകൾക്ക് ലീഡ് തുടരുകയാണ്. നമുക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയി ഹലോ, ആ കൊടുക്കാം മാഡം, സോമൻ സാറാണ്. ഹലോ. KDFന്റെ പ്രവർത്തകർ പലയിടങ്ങളിലും ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. രാമപുരത്തുള്ള ഇപ്പോഴത്തെ ആഘോഷ കാഴ്ചകൾ കാണാം. കാണടി അങ്ങോട്ട്, കാണാങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ ജയിക്കുമെന്ന്. വീണ്ടും ലീഡ് നില ഉയർത്തി പ്രഭാവതി.
714 വോട്ടുകൾക്ക് പ്രൊഫസർ പ്രഭാവതി മുന്നേറുകയാണ്. VDF-നെ തീർത്തും നിരാശപ്പെടുത്തുന്ന ഫലമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രഭാവതി വിജയത്തിലേക്ക് നടന്നു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവികാനന്ദന്റെ തിരിച്ചുവരവ് ഇനി ഉണ്ടാകുമോ? ഇനി 2 ബൂത്തുകൾ മാത്രമാണ് എണ്ണാനുള്ളത്. രാമപുരത്തിന്റെ വിധി അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. പ്രൊഫസർ പ്രഭാവതിയെയോ ദേവികാനന്ദനെയോ ആരെയാകും ജനങ്ങൾ രാമപുരത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് അയക്കുന്നത്? ക്രിസ്മസ് ആഘോഷമാക്കാൻ ടോപ്പ് സിംഗർ കുട്ടിപ്പട്ടാളവും മ്യൂസിക്കൽ വൈഫ് വീട്ടമ്മമാരും ഒന്നിക്കുന്ന ആഘോഷരാവ് മഹാസംഗമം ക്രിസ്മസ് ദിനത്തിൽ വൈകുന്നേരം 6:30. പ്രഭാവതിയുടെ ലീഡ് നില കുറഞ്ഞു. 118 വോട്ടുകൾക്കാണ് ഇപ്പോൾ പ്രൊഫസർ പ്രഭാവതി ലീഡ് ചെയ്യുന്നത്. ഇനി ഒരൊറ്റ ബൂത്ത് കൂടി മാത്രമാണ് എണ്ണാനുള്ളത്. അന്തിമ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. രാമപുരം മണ്ഡലത്തിൽ നിന്നും പ്രൊഫസർ പ്രഭാവതിയാണോ ദേവികാനന്ദനാണോ നിയമസഭയിലേക്ക്? എല്ലാവരും ആകാംക്ഷയിലാണ്. ഇങ്ങനെ ഒരു മത്സരം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇതാ അന്തിമ ഫലം വന്നു കഴിഞ്ഞു. ദേവികയാണോ പ്രഭാവതിയാണോ നിയമസഭയിലേക്ക് പോകുന്നത്? 2 സ്ഥാനാർത്ഥികളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നമ്മൾ കണ്ടത്. VDF സ്ഥാനാർത്ഥി ദേവികാനന്ദനും KDF സ്ഥാനാർത്ഥി പ്രൊഫസർ പ്രഭാവതി. VDF-ഓ KDF-ഓ? അവസാന റൗണ്ടിൽ 176 വോട്ടുകൾക്ക് പ്രഭാവതി പിന്നിലായിരിക്കുന്നു. KDF-ന്റെ പ്രൊഫസർ പ്രഭാവതിയെ പിന്നിലാക്കിക്കൊണ്ട് VDF-ന്റെ ദേവികാനന്ദൻ വിജയിച്ചിരിക്കുന്നു. ഇനി ദേവികാനന്ദൻ രാമപുരത്തെ MLA ആയി നിയമസഭയിലേക്ക്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. അമ്മേ, മേഡം ഇതാ. അതെ, പറയൂ. അറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അച്ഛാ, മോളെ ഞാനിപ്പോൾ VDF-ന്റെ ഓഫീസിലാണ്. ഇവിടെ ആഘോഷ പരിപാടികൾ തുടങ്ങുകയാണ്. പ്രവർത്തകരെല്ലാം നല്ല ആവേശത്തിലാണ്. ഒരു ഫോട്ടോ ഫിനിഷിംഗ് ജഡ്ജ്മെന്റിലാണ് ഈ ജനവിധി നടന്നിട്ടുള്ളത്. ഞാൻ വിളിക്കാം അമ്മേ. നന്ദു, മോളെ, ആന്റി, മോളെ, ആന്റി. വഴി വഴി. പുറത്ത് ഗംഭീര ആഘോഷം. ഞാൻ പറഞ്ഞില്ലേ ദേവിക ജയിക്കുമെന്ന്? ഞാൻ പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞു. അതാ ഒരു ചെറിയ കേക്ക് എന്റെ വക എല്ലാവർക്കും കൂടി കൊടുത്തേക്ക്. അല്ല പ്രസിഡന്റ് എവിടെ? സിദ്ധു സാറോ? സാറേ, പ്രസിഡന്റ്. അമ്മ വിളിച്ചോ? അമ്മ വിളിച്ചു, ഷാരി വിളിച്ചു, എല്ലാരും വിളിച്ചു. സാറേ വന്നേ. സാറേ വന്നേ, ഒരു കേക്ക് കട്ടിങ്. പ്രസിഡന്റ്. അപ്പോ ഇന്നത്തെ ഈ വിജയ ദിവസത്തിന്റെ സന്തോഷ സൂചകമായി നമുക്കൊരു കേക്ക് മുറിച്ച് ആഘോഷിക്കാം. മുറിച്ചോളൂ, മോളുക. അവിടെ
അല്ല എനിക്ക് കിട്ടിയില്ല. എനിക്ക് 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 താങ്ക് യു. നിയുക്ത MLA ആശംസിച്ച് മുൻ MLA സിദ്ധാർത്ഥൻ 2 വാക്ക് സംസാരിക്കും. സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പിയ മനസ്സുമായാണ് ഞാൻ അല്ല നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനം അതിന്റെ ശക്തി തെളിയിച്ചിരിക്കുന്നു. ഇന്നലെ വരെ ദേവിക എന്റെ മരുമകളായിരുന്നെങ്കിൽ ഇന്ന് നാടിന്റെ MLA. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ എന്നും മുന്നിലുണ്ടാകണമെന്നും സത്യസന്ധമായിരിക്കണമെന്നൊക്കെയാണ് പറയാറ്. പക്ഷേ പറയേണ്ട കാര്യമില്ല, ദേവിക അങ്ങനെ തന്നെ ആയിരിക്കും. ദേവിക 2 വാക്ക്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സന്തോഷമാണോ സങ്കടാണോ ഒന്നും അറിയില്ല. നമ്മള് ഇവിടെ എല്ലാരും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുമ്പോ ഒരാള്, നന്ദുന്റെ അമ്മ, ആ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. എനിക്ക് എതിർ സ്ഥാനാർത്ഥിയല്ല, എനിക്ക് എന്റെ അമ്മ തന്നെയാ. എനിക്ക് അമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോ നന്ദു, ചില്ലൻ 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 ചില്ലനാ ചില്ലൻ 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 ചില്ലനാ ചില്ലൻ ചില്ലൻ ഇല്ലൻ ചില്ല ഇല്ലൻ ചില്ലനാ ചില്ലൻ ചില്ലൻ ചില്ല. നിർത്താനോ? തുടങ്ങിയിട്ടില്ല, പിന്നെയല്ലേ നിർത്താൻ. ശരി, ഞാൻ വിളിക്കാം. സിബി, ഇന്ന് ഞാൻ ചാടിത്തുള്ളി പൊളിക്കും. ഇന്ന് ആഘോഷിച്ചില്ലെങ്കിലേ പിന്നെ ഞാൻ എന്നാ ആഘോഷിക്കാനാ? ഓക്കെ, ശരി. മിനിസ്റ്ററാ വിളിച്ചത്. മിനിസ്റ്റർക്കും ടെൻഷനായിരുന്നു. ഒക്കെ അവസാനിച്ചു. ഈ ത്യാഗരാജൻ ഡാൻസും പാട്ടുമായിട്ട് തകർക്കുകയായിരുന്നു. എന്നെ ഇപ്പൊ മറിച്ചിട്ടേനെ. ഞാനേ CPയോട് പറയായിരുന്നു, ഞാനിന്ന് വിജയാഘോഷം നടത്താൻ പോവാന്ന്. ആഘോഷിക്കണം. എന്താന്ന് വെച്ച് അറേഞ്ച് ചെയ്യണം CP. ശരി മാഡം. ഓ, സത്യം പറഞ്ഞ മാഡം, പോസ്റ്റൽ വോട്ടിൽ ദേവിക പിന്നിലാണെന്ന് അറിഞ്ഞപ്പോ എന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ഓ, നെഞ്ചിലൊരു മുട്ട വെച്ച പുഴുങ്ങി എടുക്കായിരുന്നു. അങ്ങനായിരുന്നു. അവസാനം വരെ എല്ലാവരും മുള്ളിന്റെ മുകളിൽ നിൽക്കും പോലെയായിരുന്നു. അതെ, നമ്മള് മുള്ളിന്റെ മുകളിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നെങ്കിൽ പ്രഭാവതി ഇപ്പൊ ശരശയ്യയില. എത്രയും പെട്ടെന്ന് മേളിലേക്ക് എടുത്താൽ മതി എന്നായിരിക്കും അവളുടെ പ്രാർത്ഥന. വീട്ടിൽ നിന്ന് അവൾ ഇനി പുറത്തിറങ്ങില്ല. പ്രൊഫസർ പ്രഭാവതി. നാണക്കേട് കാരണം സംസ്ഥാനം വിട്ട് മറ്റെവിടെയെങ്കിലും പോകുമെന്ന എന്റെ സംശയം. അവൾ ഇനി ഏത് പാതാളത്തിൽ പോയി വിളിച്ചാലും ശരി,
ഞാൻ പിറകെ ചെല്ലും. തോറ്റു തൊപ്പിയിട്ട് മരിച്ച പോലെ അവസ്ഥയിൽ നിൽക്കുന്നവളെ എനിക്ക് നേരിട്ട് കാണണം.